അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട്, എന്തിനാണ് സ്ത്രീകളെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സ്ത്രീകളെ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ല. എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നാട്ടിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ അവർ മക്കയിലേക്ക് വരുന്ന സമയത്ത് അറിയാലോ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്ജ് ക്യാമ്പിൽ പോയിട്ട് അത് കഴിഞ്ഞ് അവിടെ ഒരു ദിവസം നിന്നതിന് ശേഷം പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ ജിദ്ദയിലേക്ക് വന്ന് ജിദ്ദയിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് മക്കയിലേക്ക് വന്ന് മക്കയിൽ റൂം ഒക്കെ കിട്ടി അവർക്ക് നെറ്റ് കണക്ഷനും വൈഫൈ കാര്യങ്ങളൊക്കെ റെഡിയായ ശേഷം സിമ്മൊക്കെ എടുത്തതിന് ശേഷം കുടുംബത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് അത്രയും ആ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അവർക്ക് താമസം എങ്ങനെയാണ്, അവരുടെ യാത്ര സുഖമായിരുന്നോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഒരു വീഡിയോ മുമ്പിലേക്ക് ചെല്ലുന്നതും അവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് കാണുന്ന ഈ ഹജ്ജിന് വന്നിട്ടുള്ളവരുടെ മക്കളാണെങ്കിലും ബാക്കിയുള്ള കുടുംബക്കാരാണെങ്കിലും ഒക്കെ അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നസീമിൽ വന്നിട്ടുള്ള ഹാജിമാരുടെ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആദ്യമേ പറയുകയാണ്, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യവുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യോജിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് അയക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിയോജിപ്പ് എന്താണെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സന്തോഷമാകും. അപ്പോൾ നസീമിലാണ് ഇന്നലെ ഹാജിമാർ വന്നിട്ടുള്ളത്. ഇപ്പം മെഹറമില്ലാതെ വരുന്ന ഹാജിമാരുടെ കുറച്ച് ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൂന്നാമതോ വന്നിട്ടുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. 1804, 1813, 1817 ബിൽഡിങ്ങുകളിൽ താമസിക്കുന്ന ഹാജിമാരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് തൊട്ടടുത്തായിട്ട് 12A എന്ന് പറയുന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടാണ് ഇവരെന്ത് ഹറമിലേക്ക് പോകും മസ്കൂത്ത എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നിറങ്ങുന്നത്. അത് 12A നമ്പർ എഴുതിയിട്ടുള്ള ബസ്സിലാണ് ഇവർ കയറേണ്ടത്. അത് കഴിഞ്ഞ് മസ്കൂത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷട്ടിൽ ബസ് ഉണ്ട് ഹറമിലേക്ക്. പല കളറുകളിലായിരിക്കും ബസ് ഉണ്ടാകുക. എന്തായാലും അവിടേക്ക് പോയതിന് ശേഷം തിരിച്ച് ഉംറയോ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവർ ഇതേ ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏത് ബസ് സ്റ്റോപ്പ് നമ്പറുള്ള ബസ്സിലാണോ കയറിയിട്ടുള്ളത് അതിൽ നിന്ന് തിരിച്ച് കയറിയെങ്കിൽ അവർ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തുള്ളൂ. 1813 ആണ് ആദ്യം ഹാജിമാരെത്തിയത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് അവരിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 1804 ഹാജിമാരെത്തി തുടങ്ങി. പിന്നെ ഇതേ സമയം തന്നെ 1817 ഹാജിമാരെത്തി തുടങ്ങി കേട്ടോ. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വന്നിട്ടുള്ളത് ഒരൊറ്റ ഫ്ലൈറ്റിലാണ്. XY8022 എന്ന് പറയുന്ന ഫ്ലൈനാസിൻ്റെ ഫ്ലൈറ്റിലാണ് കൊച്ചിയിൽ നിന്നും ജിദ്ദയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് എല്ലാ എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 5:30 ജിദ്ദയിലെത്തിയെങ്കിലും തിരിച്ച് ഇത്രയും ഹാജിമാരുടെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഒരേ സമയമാണ് അവർ യാത്ര പുറപ്പെട്ടുള്ളത് ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക്. അങ്ങനെ ഇവിടെ എത്തിയത് 9:30 ആയിട്ട്. അങ്ങനെ ഇവിടെ എത്തിയത് 9:30 ആയപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹാജിമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രായമുള്ളവരാണ് കൂടുതൽ പേരും, എന്നാലും അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. അതായത് അത്രയും ലോങ് ആയിട്ട് യാത്ര ചെയ്ത് വന്നതുകൊണ്ടാണ്. പിന്നെ ബസ്സിലിങ്ങനെ 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ ബസ്സിൽ കയറി കുറേ നേരം ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് സമയം ഇരിക്കലും നടക്കലും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം എല്ലാവർക്കും അത്യാവശ്യം നടക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നി. അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി. എന്തായാലും പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് അവർ 1-2 ദിവസം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറും. പിന്നെ ഇനിയിപ്പോൾ ഇവരിന്ന് പുലർച്ചെ സുബൈക്ക് ശേഷം സുബൈ നിസ്കാരം ബിൽഡിങ്ങിൽ നിസ്കരിച്ചതിന് ശേഷമാണ് അവർ ഉംറയ്ക്ക് വേണ്ടി പോവുക എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് അവർ ബിൽഡിങ്ങുകളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷം. ഏറ്റവും പ്രശ്നം വെച്ചാൽ അവർക്ക് നമ്പറുകൾ കിട്ടിയിട്ടില്ല, ഫോൺ നമ്പർ എടുത്തിട്ടില്ല. അവരുടെ കയ്യിലുള്ള മൊബൈലുകളിൽ നാട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അറിയില്ല. എന്തായാലും അവിടെ സന്നദ്ധ പ്രവർത്തകരുള്ളത് കൊണ്ട് അവരും അവരുടെ ഫാമിലിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആളുകൾ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ വീട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. എന്തായാലും എല്ലാ തവണയുള്ളതുപോലെ തന്നെ എല്ലാവരും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആശ്വസിക്കുക. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പലരും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും പലരും മെസ്സേജ്
അതായത് ഞാനൊരു 5 വർഷത്തോളമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എത്ര വർഷമായോ ഞാൻ യൂട്യൂബ് തുടങ്ങിയത്, ആ വർഷം മുതൽ കാണുന്നവരിൽ പലരും, ഹജ്ജിന് വേണ്ടിയിട്ട് വന്നവരിൽ പലരും എല്ലാ വർഷവും കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ഈ ബസ് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുപോലെ വരുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ എന്നെ അപേക്ഷിച്ച് എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്ന് കാണുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഒരാളെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, എന്നോട് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. അവർ ഫാമിലിയായിട്ട് UK-ലാണ്. ആ ഉമ്മാൻ്റെ മക്കൾ അവിടെയാണ്. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് ഹജ്ജ് ഗ്രൂപ്പിൽ ഉമ്മ നാട്ടിൽ നിന്ന് തിരിച്ച് നമുക്കത്തേക്ക് വന്നതാണ് ഇവരാണ് കേട്ടോ. അപ്പോൾ എന്നെ മനസ്സിലായിട്ട് ഇങ്ങനെ ഞാൻ തന്നെയാണോ ഉറപ്പില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും മാഷാഅല്ലാഹ് വന്ന് കണ്ട് സംസാരിച്ചതിലൊക്കെ വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് മുതലേ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എത്തി ഏത് ബസ്സിലാണ് വരുന്നതെന്ന് അറിയില്ല, അവരുടെ കയ്യിൽ നമ്പറില്ല, വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ഡെലിവേർഡ് അല്ല. അപ്പം ഇവിടെ വന്ന് ബിൽഡിങ്ങിൽ സന്തോഷിച്ചു കഴിഞ്ഞതിന് ശേഷം വൈഫൈ കണക്ട് ആകുമ്പോഴേ നമ്പർ മെസ്സേജ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ബാക്കി ഞാൻ ഇൻഷാല്ലാഹ് അടുത്ത ദിവസം വന്നിട്ട് നേരിട്ട് കാണാം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവരോട്, കാരണം ഹാജിമാരൊക്കെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ബിൽഡിങ്ങിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. അപ്പോൾ അവരിങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കയറി പോകണം. എന്നിട്ട് അവർക്ക് അവിടെ നിന്നുള്ള ഭക്ഷണമോ ചായയോ എന്താണെന്നുണ്ടെങ്കിൽ അത് അവരവിടെ നിന്ന് കഴിക്കുക, എന്നിട്ട് അവർ റൂമുകളിലേക്ക് പോകുക, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം ഇവിടെ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഉമ്മാനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പോയിക്കോളെ, ഞാൻ മറ്റന്നാളെ ഞാൻ വന്നിട്ട് ഒന്ന് ഫ്രീ ആയതിനു ശേഷം വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും അതൊക്കെ സന്തോഷമാണ് നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. പലരും കണ്ടിട്ട് ചിരിച്ചു പോകുന്നവരുണ്ട്. എനിക്ക് എന്നെ മനസ്സിലായിട്ടാണോ അതോ ഇനി നമ്മളിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പരിചയമുണ്ട് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ട് വീഡിയോയിലൂടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടവരാരെങ്കിലും ആണെങ്കിൽ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സംസാരിക്കണം കേട്ടോ. അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. പിന്നെ ഇവിടെ KMCCയുടെ ആളുകളൊക്കെ ഹാജിമാർ വരുന്നതും പ്രമാണിച്ച് അവർക്കുള്ള ഭക്ഷണങ്ങൾ, കാരണം അറിയാലോ രാത്രി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ഭക്ഷണം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുന്നത് വരെ അവർക്ക് എന്തെങ്കിലും തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും ഒക്കെ അവർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഈ കുടയും ഒക്കെ കൊടുക്കുന്നതും മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, കാഴ്ചയാണ്. കാരണം വെയിലാണ്, ചൂടുണ്ട്. അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു കുടകളൊക്കെ ഉപയോഗിക്കാം. പലരും കൊണ്ടുവന്നവരുണ്ട്. അതല്ലാതെ കിട്ടുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ള കുടകളും അവർക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. എന്തായാലും അതൊക്കെ വലിയൊരു ആശ്വാസമാണ്. ഇൻഷാല്ലാഹ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇൻഷാല്ലാഹ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും ഉണ്ടാകും, ഇത്തരത്തിലൊന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അവർക്കും ഇൻഷാല്ലാഹ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവർക്കും ഇൻഷാല്ലാഹ് പറ്റും. ഇൻഷാല്ലാഹ് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് പഠിച്ചവനെ അതിനുള്ള അനുഗ്രഹം തരട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ ഇവർക്കുള്ള ഭക്ഷണം വേറൊരു KMCCയുടെ വേറൊരു വിങ്ങിൽ അവർ ഭക്ഷണം വേറെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. പല ബിൽഡിങ്ങുകളിലും, കാരണം എല്ലാം ഒരേ സമയം ഇറങ്ങിയതുകൊണ്ട് എല്ലാ ബിൽഡിങ്ങുകളിലും ഒരേ സമയത്താണ് ഹാജിമാർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. കഴിഞ്ഞ വർഷമാണെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ. എന്തായാലും അവരും അവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കും. കഴിഞ്ഞ വർഷം വന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ വർഷം വന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചകൾ കാണുമ്പോൾ അവർ വന്ന ആ സമയത്തുള്ള ആ ഒരു കാഴ്ചകൾ, ആ ഒരു ഓർമ്മകൾ അവർക്ക് വീണ്ടും ഓർത്തെടുക്കാനും ആ ഒരു നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ കുറഞ്ഞ പൈസയാണ്. ആ പൈസ ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാത്തല്ല. പലരും ചോദിക്കാറുണ്ട് പൈസ കിട്ടിയിട്ടുണ്ടോ, പൈസ കിട്ടുന്നുണ്ടോ. പൈസ ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ആ പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതങ്ങനെ അവിടെ കിടക്കട്ടെ. എന്തെങ്കിലും ആവശ്യത്തിന് ആർക്കെങ്കിലും ഒരു ഉംറക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലുള്ളൊരു കാര്യമാണ്. എത്രത്തോളം അത് നടക്കും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. ഇവർ സുബൈക്ക് ശേഷമാണ് ഇൻഷാല്ലാഹ് ഹറമിലേക്ക് പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചുള്ളത് ഉംറയ്ക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
നമ്മളിവിടെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് പുറത്ത് നിൽക്കുന്ന ആളുകൾ, അതായത് വളണ്ടിയേഴ്സ് ആണെങ്കിലും അല്ലാതെ ഇവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ടും ആ ഒരു സന്തോഷം കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിൽ സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ വേറൊന്നുമില്ല, ഒക്കെ പ്രായമുള്ളവരാണ്, അവർ സ്വന്തം രക്ഷിതാക്കളെ പോലെ കാണുന്ന ഒരു നിമിഷങ്ങളാണ്. ഇപ്പോൾ ഇവർ ബിൽഡിങ്ങിലേക്ക് കയറിയതിന് ശേഷം അവർ ലിഫ്റ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ ചെറിയ 2 ലിഫ്റ്റേ ഉള്ളൂ. എന്നാലും അവർ ബിൽഡിങ്ങിലേക്ക് കയറി റൂമിലേക്ക് പോകുന്നു. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയേഴ്സ് ഉണ്ട്. അവരവരുടെ ഓഫുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവർ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിലാണ് ഇങ്ങനെ ഹാജിമാരുടെ അടുത്തേക്ക് വരുന്നതും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ തയ്യാറാകുന്നതും സഹായിക്കാൻ തയ്യാറാകുന്നതും വഴിതെറ്റിയ ആളുകളെ അവരുടെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ തയ്യാറാകുന്നത് അവരവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അവരവരെ ഹിദ്മത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അതൊരു സന്തോഷമാണ്. എല്ലാ വർഷവും നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴത് നമ്മുടെ മനസ്സിലുണ്ടാവും. ഹജ്ജ് വരുന്ന സമയമാകുമ്പോൾ ഹാജിമാർ വരുന്നു, അവരിങ്ങനെ അവരുടെ അടുത്ത് പോകുന്നു, അവരുടെ വിശേഷങ്ങൾ തിരക്കുന്നു, അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ കാര്യങ്ങൾ എന്തൊക്കെ വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ബഹളം ഉണ്ടല്ലോ, ഇത് മക്കയിൽ നിന്നും അവസാനത്തെ ഹാജ് പോകുന്നത് വരെ ഉണ്ടാകും ഇവിടെ. അടി സഫിയ അബ്ദുൽ ഹമീദ് ഓരോ